സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ച് ഗണപതി പൂജയുടെ ആരതി നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ പല കോണിൽ നിന്നും വരുന്നത്. BJP ഇതിനെ വലിയ രീതിയിൽ മഹത്വൽക്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇത്തരത്തിൽ ഒരു ഉത്സവ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെല്ലാം ചിലപ്പോൾ ഒരേ വേദി പങ്കിടുന്ന സാഹചര്യമൊക്കെ വരുമായിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഒരാളുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അൺബയാസ്ഡ് ആയിട്ടുള്ള, അതായത് പക്ഷപാതം കൂടാതെ നിലപാടുകൾ എടുക്കേണ്ട ഒരു സ്ഥാനമാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം അവിടെ കൃത്യമായും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുവെങ്കിൽ ആ സന്ദേശം കൊടുക്കുന്നത് തെറ്റായ സന്ദേശം തന്നെയെന്ന് നിരവധി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം. മാത്രമല്ല, നരേന്ദ്രമോദി അവിടെ എത്തുക വഴി പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇനി ഒരിക്കലും നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ വരെ സംശയമുണ്ടെന്ന സഞ്ജയ് റാവത്തിൻ്റെ വാക്കുകൾ വരെ കുറിച്ചിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അവിടെ പാർട്ടികൾ പിളർത്തിയത് BJPയാണ്. NCPയെയും ശിവസേനയും പിളർത്തിയതിൻ്റെ മുഖ്യ കാരണക്കാർ BJPയാണ്. എല്ലാ കാര്യങ്ങളിലും BJP കൃത്യമായും ഇടപെടുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിനകത്ത് കോലിട്ടിളക്കുന്ന എല്ലാ നാണം കെട്ട പരിപാടികളും അവർ നടത്തുന്നുമുണ്ട്. അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി ഏതറ്റം വരെ ഏത് നെറികെട്ട രാഷ്ട്രീയം കളിക്കാനും അവർ തയ്യാറാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പല സുപ്രധാന വിധി പറയേണ്ട നിർണായകമായ കേസുകളും ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അതൊക്കെ സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചോ വിധി പറയാൻ ഇരിക്കവേ ഇത്തരത്തിൽ ഒരു നീക്കം, അതിനെ നാടകീയ നീക്കം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഉത്സവം എന്നത് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ രാജ്യവ്യാപകമായി അത് ഉത്സവം കൊണ്ടാടുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിക്ക് അവിടെ സന്ദർശിക്കുക, അതായത് DY ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ ഭവനം സന്ദർശിക്കുക അല്ലെങ്കിൽ അവിടെ ക്ഷണിച്ചു വരുത്തുക വഴി കൊടുക്കുന്ന സന്ദേശം തെറ്റാണ്. ആ സന്ദേശം എന്നാൽ ഞങ്ങൾ അത്രയ്ക്ക് അടുപ്പമുള്ളവരാണ് എന്ന് കാണിക്കലല്ലേ എന്ന വലിയ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും സുപ്രീം കോടതിയിലെ സുപ്രധാനപരമായ വിധികൾ അതെല്ലാം തന്നെ BJPക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് എന്ന കൃത്യം സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്.